KTU സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും വകുപ്പ് തല സെക്രട്ടറിമാർ വിട്ടുനിൽക്കുന്നുവെന്ന VC-യുടെ ഹർജിയിൽ എതിർകക്ഷികൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഹർജിയിൽ ഉന്നത വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും മറുപടി നൽകണം. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം. KTU സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും വകുപ്പ് തല സെക്രട്ടറിമാർ വിട്ടുനിൽക്കുന്നുവെന്ന VC-യുടെ ഹർജിയിൽ എതിർകക്ഷികളായ ഉന്നത വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർക്കാണ് ഹൈക്കോടതിയുടെ നോട്ടീസ്. VC-യുടെ ഹർജിയിൽ സർവകലാശാലയെയും കക്ഷി ചേർത്ത് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ക്വാറം ചേരാൻ മതിയായ അംഗങ്ങൾ ഉണ്ടല്ലോ എന്ന ചോദ്യം ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എതിർകക്ഷികൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നതിനാൽ തീരുമാനങ്ങൾ എടുക്കാനാകുന്നില്ല. സർവകലാശാല പ്രവർത്തനം അവതാളത്തിലാണ്. ഈ മാസം 13-ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടുള്ള വകുപ്പ് സെക്രട്ടറിമാരുടെ നിരുത്തരവാദിത്വം കാരണം 2025-26 വർഷത്തെ ബജറ്റ് പാസാക്കാൻ സാധിച്ചില്ല. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാനായില്ല, ഇന്റർനെറ്റ് കണക്ഷൻ എപ്പോൾ വേണമെങ്കിലും തടസ്സപ്പെടുമെന്നും VC ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.